നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മലയാളം ടെക് ടിപ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ രണ്ട് അടിപൊളി വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷന്റെ പേര് WallpapersCraft എന്നാണ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണാൻ സാധിക്കാം. അതിൽ നമ്മുടെ ഡിവൈസിന്റെ പേരും അതേപോലെ നമ്മളെ ഡിവൈസിന്റെ സ്ക്രീനിന്റെ റെസല്യൂഷനും എഴുതി കാണിക്കും. അതിന് ഏറ്റവും താഴത്തെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിലേക്ക് എത്താം. ആപ്ലിക്കേഷന്റെ മെയിൻ ഇന്റർഫേസിൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ന്യൂ, റേറ്റിംഗ്, പോപ്പുലർ, റാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ ആണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്ത വാൾപേപ്പർ ആണ് കാണാൻ സാധിക്കുക. റേറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച വാൾപേപ്പേഴ്സും, പോപ്പുലർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ലഭിച്ച വാൾപേപ്പേഴ്സും ആണ് കാണാൻ സാധിക്കുക. ഈ മൂന്ന് ഓപ്ഷനിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ഓപ്ഷനാണ് റാൻഡം. റാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത വാൾപേപ്പേഴ്സ് ആണ് കാണാൻ സാധിക്കുക. അതിന് തൊട്ടുമുള്ള നമുക്ക് ഒരു സെർച്ച് ഐക്കണും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാൾപേപ്പർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും സഹായിക്കും. പിന്നെ നമ്മൾ ലെഫ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഫേവറേറ്റ്സ്, ഹിസ്റ്ററി, റിമൂവ് ആഡ്സ്, സെറ്റിംഗ്സ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫേവറേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഫേവറേറ്റ്സ് ആക്കി വാൾപേപ്പേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഹിസ്റ്ററി, അപ്പോൾ നമ്മൾ ഏതൊക്കെ വാൾപേപ്പേഴ്സ് ആണ് റീസെന്റ് ഓപ്പൺ ചെയ്തത് അതൊക്കെ ഹിസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷനിൽ കാണാൻ സാധിക്കും. പിന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും സാധിക്കും. അതിന് താഴത്തുള്ള ഒരു ഓപ്ഷനാണ് ഓൾ, 3D, അബ്സ്ട്രാക്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വാൾപേപ്പർ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിച്ച് നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി കാർസ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കാർസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാൾപേപ്പേഴ്സും കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു വാൾപേപ്പർ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വാൾപേപ്പർ ഒന്ന് സെലക്ട് ചെയ്യാണ്. ആ വാൾപേപ്പർ സെലക്ട് ചെയ്യാൻ നമുക്ക് താഴത്ത് ഡൗൺലോഡും സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കുന്നതിന് നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റാറിന്റെ ഒരു ഐക്കണാണ് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റാറിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വാൾപേപ്പർ ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ വാൾപേപ്പർ ഫേവറേറ്റ്സിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഡിഫറെന്റ് ഫിൽറ്റേഴ്സ് നൽകാൻ സാധിക്കും. പിന്നെ നമുക്ക് ഡൗൺലോഡും സെറ്റുള്ള ഒരു ഓപ്ഷൻ ആണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ഒറിജിനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പോർട്രേറ്റ് ആണെങ്കിൽ നമുക്ക് ഫോണിന്റെ ഫുൾ HD ഫോണിന്റെ റെസല്യൂഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതേ റെസല്യൂഷൻ നമുക്ക് ലാൻഡ്സ്കേപ്പും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ അധിക വാൾപേപ്പേഴ്സ് നമുക്ക് 4K റെസല്യൂഷൻ അവൈലബിൾ ആണ്. പിന്നെ അതിന്റെ ഇപ്പോഴത്തുള്ള ഒരു ഓപ്ഷൻ ആണ് സെറ്റ്. സെറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ ഈ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനൊക്കെ ഒരു അടിപൊളി വാൾപേപ്പേഴ്സ് തരുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് WallpapersCraft. ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് സെഡ്ജ്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് എത്താൻ സാധിക്കാം. അതിൽ നമുക്ക് ഫീച്ചേർഡ്, ഡിസ്കൗണ്ട് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫീച്ചേർഡ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്ത വാൾപേപ്പേഴ്സ് ഒക്കെയാണ് കാണാൻ സാധിക്കാം. ഡിസ്കൗണ്ട് ഉള്ള ഓപ്ഷനിൽ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി തിരിച്ചിട്ടുണ്ട്. കാർസ്, ഡിസൈൻസ്. നമ്മൾ WallpapersCraft എന്ന് പറയുന്ന ആപ്ലിക്കേഷനെക്കാട്ടും കൂടുതൽ കാറ്റഗറീസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് സെഡ്ജ്. നമുക്ക് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസും ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നുണ്ട്. ഗെയിംസ്, എന്റർടൈൻമെന്റ്, അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഈ ആപ്ലിക്കേഷനുണ്ട്. നമുക്ക് ഫീച്ചറിലേക്ക് തന്നെ തിരിച്ചു പോയാലും നമുക്ക് ഇവിടെ ചെക്ക് ദീസ് എന്നുള്ളടത്ത് പ്രീമിയം എഴുതി കാണിക്കും. അങ്ങനെയുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന അധിക വാൾപേപ്പേഴ്സ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്ന വാൾപേപ്പേഴ്സ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻ ഏറ്റവും മുകളിൽ ഭാഗത്ത് നമുക്ക് സെർച്ച് ഓപ്ഷനും ഫിൽറ്റർ ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് ഡ്രാഗ് ചെയ്താൽ നമുക്ക് വാൾപേപ്പേഴ്സ്, ലൈവ് വാൾപേപ്പേഴ്സ്, റിംഗ് ടോൺസ്, നോട്ടിഫിക്കേഷൻസ്, വിഡ്ജറ്റ്, ഗെയിംസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ലൈവ് വാൾപേപ്പേഴ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലൈവ് വാൾപേപ്പേഴ്സ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് റിംഗ് ടോൺസ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഫോണിലുള്ള റിംഗ് ടോൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ ലക്ഷക്കണക്കിന് റിംഗ് ടോൺസും അവൈലബിൾ ആണ്. നമുക്ക് ഐഫോണിന്റെ റിംഗ് ടോൺ, അങ്ങനെ കുറെ റിംഗ് ടോൺ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതാണ് നോട്ടിഫിക്കേഷൻസ്. നോട്ടിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ സൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്
സെഡ്ജ്. പിന്നെ നമുക്ക് വിഡ്ജറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫോണിൽ ക്ലോക്ക് വിഡ്ജറ്റ്, അലാറം വിഡ്ജറ്റ്, അങ്ങനെ കുറെ വിഡ്ജറ്റും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളെ ഫോണിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. വാൾപേപ്പേഴ്സിന് മാത്രമല്ല, റിംഗ് ടോൺസ്, നോട്ടിഫിക്കേഷൻ, വിഡ്ജറ്റ്സ്, അങ്ങനെ എന്ത് ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സെഡ്ജ്. പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഗെയിംസും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് സേവ്ഡ്, സെറ്റിംഗ്സ്, ഹെൽപ്പ്, ഇൻഫർമേഷൻ, അങ്ങനെ ബേസിക് സെറ്റിംഗ്സ് മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പം ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് നല്ല വാൾപേപ്പേഴ്സ്, നല്ല 4K ഫുൾ HD, അങ്ങനെ പല റെസൊല്യൂഷൻ വാൾപേപ്പേഴ്സ് നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സെഡ്ജ്. അപ്പൊ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്ത് താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്